മുഖം വരക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഔട്ട്ലൈൻ എങ്ങനെ എടുക്കാന്ന് അറിയില്ല. അതാണോ നിങ്ങളുടെ പ്രശ്നം? അതിനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോണത്. ഔട്ട്ലൈൻ എടുക്കാൻ ഗ്രിഡ്, ലൂമിസ്, ഫ്രീ ഹാൻഡ് പോലെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. ഒരു ഡിവൈസ് എടുത്ത് അതിലേതെങ്കിലും ഒരു ട്രേസിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിക്ക് ഓപ്പൺ ചെയ്യാം. റെഫറൻസ് ഇമേജിന് നല്ല ക്ലാരിറ്റി വേണം കേട്ടോ. അത് റീമിന് പോലുള്ള ഏതെങ്കിലും ഒരു എൻഹാൻസിങ് ആപ്പ് വെച്ച് ക്ലാരിറ്റി വരുത്തുക. പിക്ക് ആപ്പിൽ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഏത് രീതിയിലും അതിനെ റൊട്ടേറ്റ് ചെയ്യാനും സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഇതല്ലാതെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനും മിറർ ഇമേജ് ആക്കാനും ബാക്ക്ഗ്രൗണ്ടിന്റെ കളറ് വൈറ്റും ഡാർക്കും ആക്കാനും ബ്രൈറ്റ്നെസ് ലെവല് വേരി ചെയ്യാനും പറ്റും. സൈഡില് ഒരു ലോക്ക് ഓപ്ഷനും ഉണ്ട്. ഇത് ലോക്കാക്കിയ പിന്നെ കൈ തട്ടിയാലും പിക്ക് മൂവ് ആവില്ല. സോ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാം. ഇനി നമുക്ക് 140 GSM A4 സൈസ് ഉള്ള ഡ്രോയിങ് പേപ്പർ ഇതിന് മുകളിൽ വെച്ച് ഇടത് കൈ കൊണ്ട് പേപ്പർ ഹോൾഡ് ചെയ്ത് ട്രേസ് ചെയ്ത് തുടങ്ങാം. ഹോൾഡ് ചെയ്ത കൈ മുഴുവൻ വരച്ച് തീരും വരെ അങ്ങനെ തന്നെ പിടിക്കണേ. റൂം ഡാർക്ക് ആയാൽ മാത്രമേ ആ പിക്ചർ പേപ്പറിന്റെ ഉള്ളിലൂടെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. സൈസ് സെറ്റാക്കിയ ശേഷം പിക്ക് ലോക്ക് ചെയ്ത് ഒരു മെക്കാനിക്കൽ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ട്രേസ് ചെയ്ത് തുടങ്ങാം. ഇത് ചെയ്യുമ്പോൾ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും മാർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഷെയ്ഡിങ് നിങ്ങൾക്ക് കൂടുതൽ ഈസിയാവും. കണ്ണിലെ കൃഷ്ണമണിയും ഹൈലൈറ്റ്സും ഒന്നും ഒരിക്കലും മറക്കരുത്. അതുപോലെ കണ്ണിന് താഴെയുള്ള ലൈൻ, കൺപോളകള്, ഐബ്രോസ്, മൂക്കിലെ ഷാഡോസ്, നോസ് ഹോൾസ്, ചിരിക്കുമ്പോൾ മുഖത്തുള്ള വരകള് എല്ലാം വരക്കാം. ഇനി ലിപ്സ് വരക്കുമ്പോൾ ഷാഡോ ഏരിയകളും ലൈറ്റ് ഏരിയകളും എല്ലാം മാർക്ക് ചെയ്യാം. അതുപോലെ പല്ലുകളുടെ മോണഭാഗവും അടിയിലുള്ള ഡാർക്ക് ഭാഗവും മാർക്ക് ചെയ്യാം. പല്ലുകളുടെ ഇടയിൽ വരുന്ന വരകൾ ഒരിക്കലും വരക്കരുത്. സൈഡില് ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിൽ വരുന്ന ഡാർക്ക് ഭാഗങ്ങൾ കൂടി മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഇനി ഫേസിൽ വരുന്ന ഹൈലൈറ്റ്സ് ഏരിയകളും ഷാഡോ ഏരിയകളും കൂടി മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഫേസിന്റെ ബൗണ്ടറി വരക്കാം. നെറ്റിയിലെ ബൗണ്ടറി ഹെയർ ലൈൻസ് പോലെ തന്നെ വരക്കാൻ ശ്രമിക്കാം. ഇനി ചെവിയും ഇതുപോലെ തന്നെ ഷാഡോസും ഹൈലൈറ്റ്സും എല്ലാം മാർക്ക് ചെയ്ത് വരക്കാം. ഇനി ഹോൾഡ് ചെയ്ത കൈ എടുക്കാതെ ലൈറ്റ് ഓൺ ആക്കി നോക്കുക. എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെയറിന്റെ ബൗണ്ടറിയും കഴുത്തും അവിടുത്തെ ഷാഡോസും കൈയും അതിലെ ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ഓൺ ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം കൈ എടുക്കാം. എത്രത്തോളം ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നു അത്രത്തോളം പിക്ക് നന്നാവും. ഇനി സൈഡ് ഭാഗങ്ങൾ മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് പിക്ക് അൺലോക്ക് ചെയ്ത് പതുക്കെ സൈഡിലേക്ക് മൂവ് ആക്കി ബാക്കി ഭാഗം കൂടി ട്രേസ് എടുക്കാം. മൂവ് ചെയ്യുന്ന സമയത്ത് സൂം ആവാതെ നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ. ഇത് ഷെയ്ഡ് ചെയ്യാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരക്കുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കുക.